ഹായ് ഹലോ പനക്കത്തിയാന്നേ എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 മാസം ആകുന്നതേ ഉള്ളൂ. എന്നാൽ ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് വഴി പലരും തിരക്കാറുണ്ട്, നിൻ്റെ വൈഫാണോ വീഡിയോ ഒക്കെ ചെയ്യുന്നത്, നന്നായിട്ടുണ്ട് എന്ന് അങ്ങനെ പറയാറുണ്ട്. അല്ലാതെ ഇനിയിപ്പോൾ ഞാനാണെങ്കിലും ഞാൻ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോൾ കൊച്ചുണ്ടല്ലേ പനക്കത്തി ആ ഒരു ചാനലിൽ വീഡിയോസ് ഒക്കെ ഇടുന്ന കൊച്ചല്ലേ വീഡിയോ ചെയ്യുന്നതൊക്കെ. അപ്പം ഞാൻ പറയാം അതെ, ആ നല്ല വീഡിയോ ഒക്കെയാണ് കേട്ടോ, കാണാനൊക്കെ നല്ല രസമുണ്ട്. ഇല്ലെങ്കിൽ നമ്മളോട് ഇപ്പം എന്തെങ്കിലും പോരായിക ഉണ്ടെങ്കിൽ അതുകൂടെ അവർ പറഞ്ഞു തരും. നമുക്ക് തിരുത്താൻ, നമ്മൾ ചെയ്യുന്ന ആദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത്, അപ്പം നമുക്കൊരു തിരുത്താനുള്ള ഒരു അവസരം അവരിലൂടെയാണല്ലോ. നിങ്ങളാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്, അപ്പം നിങ്ങൾ പറയുന്നതാണല്ലോ ഞാൻ ചെയ്യേണ്ടത്. അപ്പം എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു തരുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നതും എന്താ സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ എന്ന് പറയുന്നത്, നമ്മുടെ ഇൻട്രോ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമോ? ഇൻട്രോ ബാനർ കണ്ടില്ലെങ്കിൽ ബാക്ക് അടിച്ച് പോകണ്ട, ഞാൻ ഇപ്പം കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? നന്നായിട്ടില്ലേ? ഇത് നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് നമ്മുടെ ചാനലിന് വേണ്ടി. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇത് ഗിഫ്റ്റ് ചെയ്തതാണ്. അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ ചേട്ടനെ. അഞ്ചുചേട്ടൻ എന്നാണ് പേര്. പുള്ളി വിദേശത്ത് സെറ്റിൽഡാണ്, ഫാമിലിയായിട്ട് വിദേശത്ത് തന്നെ സെറ്റിൽഡാണ്. ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ചേട്ടനാണ്. ഞാനോ ചേട്ടനോ എൻ്റെ ഹസ്ബൻഡോ പറഞ്ഞിട്ടില്ല, പറയാതെ നമുക്ക് വേണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെയുള്ള ഒരു രീതിയിൽ അനുചേട്ടൻ ചേട്ടൻ്റെ വിലപ്പെട്ട ആ ഒരു സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച് ചേട്ടൻ ചെയ്തു തന്നതാണ്. ഒത്തിരി താങ്ക്സ് ഉണ്ട് ചേട്ടാ. അനുചേട്ടൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എന്നാലും ഞാൻ ഒത്തിരി നന്ദിയോടെ ഓർക്കുകയാണ്. നമ്മുടെ ചാനലിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതിന് ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡീപ്പ് ക്ലീനിങ് ആണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ ആബുക്കുട്ടിനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ഇന്നത്തെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ തുടങ്ങാമെന്ന് കരുതിയാണ് ഞാൻ സൺഡേ തിരഞ്ഞെടുത്തത്. അപ്പോൾ ഞാൻ സിറ്റൗട്ടാണ് ആദ്യം തുടങ്ങിയത്. അപ്പോൾ എല്ലാം തന്നെ അവിടുന്ന് ആ സിറ്റൗട്ടിൽ നിന്നുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും തന്നെ ഞാൻ അവിടുന്ന് മാറ്റിയിട്ടാണ് ക്ലീനിങ് തുടങ്ങിയത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്തത് മാറാല തൂക്കലൊക്കെ ആയിരുന്നു. മാറാല നല്ലതുപോലെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ തൂത്ത് റെഡിയാക്കിയിട്ടാണ് നമ്മൾ പരിപാടി തുടങ്ങിയത്. പൊതുവേ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ഞാൻ മാസത്തിൽ ഒരിക്കലാണ് ചെയ്യാറുള്ളത്. പിന്നെ ആ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു മാത്രം. അത് നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. ഒരു സ്ഥലം പോലും വിടാതെ ഞാൻ എല്ലായിടവും മാറാലയൊക്കെ തൂത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ജനലിൽ നല്ല രീതിയിൽ മാറാലയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ ഞാൻ തൂത്ത് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മാറാലയൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ ജനൽ കൂടെ ഒന്ന് വെള്ളം കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് ആ മാറാല അടിച്ചപ്പോഴേക്കും അവിടുത്തെ ആ തൊട്ടിൽ അഴിച്ചു മാറ്റാൻ വേണ്ടി മറന്നു പോയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നല്ല പൊടിയായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കൊട്ടി റെഡിയാക്കി അതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് അടിച്ച് തൂത്ത് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഫ്ലോർ ക്ലീനറൊക്കെ ഉപയോഗിച്ച് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. സിറ്റൗട്ടിൻ്റെ അരപ്ലേസ് ഉൾപ്പെടെ എല്ലായിടവും ഞാൻ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. വൃത്തിയാക്കിയതിന് ശേഷമുള്ള നമ്മുടെ സിറ്റൗട്ടാണിത്. അതിനുശേഷം അകത്താണ് തുടങ്ങിയത്. അകത്ത് ഇച്ചിരി അധികമായിട്ടുള്ള പണിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്യണം, എവിടെ തുടങ്ങണം എന്നുള്ളതൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കട്ടിലേലുണ്ടായിരുന്ന ബെഡ്ഷീറ്റും തലേണിയും എല്ലാം ഒക്കെ ഒന്ന് മാറ്റി. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഓരോ സാധനങ്ങളായിട്ട് ഞാൻ മാറ്റിയിട്ടാണ് ക്ലീൻ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് മാറാല തുടക്കലായിരുന്നു. അപ്പോൾ ഞാൻ മാറാലയൊക്കെ തുടച്ച് എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ തുടങ്ങിയത്. ഇവിടുത്തെയും ജനലൊക്കെ ഞാൻ നല്ലതുപോലെ ഒന്ന് തുടച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ക്ലീനിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെയൊക്കെയാണ് തുടക്കേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അലമാരി സകല സാധനങ്ങൾ കണ്ണി കാണുന്നതെല്ലാം തുടച്ചു വെക്കുകയായിരുന്നു. പിന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു തൂർത്ത് വൃത്തിയാക്കി കൂടെ ചെയ്തു. പിന്നെ നമ്മളെല്ലാവരും വിട്ടുപോകുന്ന ഒരു സ്ഥലമാണ് അലമാരിയുടെ പുറകുവശം എന്ന് പറയുന്നത്. അവിടെയൊക്കെ കൂടെ ഞാൻ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതിനുശേഷം അലമാരി വെച്ച പാട്ടിൽ തന്നെ വെക്കാൻ നോക്കിയിട്ട് എന്നെ കൊണ്ട് നടക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഇട്ടിട്ട് പോയി. ടിവിയിലും അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടെ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു പെട്ടിയിലാണ് ഞാൻ ആബുക്കുട്ടിയുടെ ടോയ്സ് ഒക്കെ വെക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കട്ടിലയിൽ ബെഡ്ഷീറ്റൊക്കെ കൂടെ ഒന്ന് നീറ്റായിട്ട് വിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു മുറി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് തുടച്ചൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ മുറി കഴിയുന്നതനുസരിച്ച് ഞാൻ അവിടെ തുടച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഒരു മുറിയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്.
അടുത്തത് ഞാൻ ഒതുക്കുന്നത് ഞങ്ങളുടെ മുറിയാണ്. ഇതിൽ മൊസ്കിറ്റോ നെറ്റാണ് ഞാൻ ആദ്യം മാറ്റുന്നത്. ഞാൻ കഴുകാൻ വേണ്ടി കൊണ്ടുപോയതാണ്. പിന്നെ അതിലുണ്ടായിരുന്ന ബാക്കി സാധനങ്ങളൊക്കെ കൂടെ ഞാൻ മാറ്റുന്നുണ്ട്. ആബുക്കുട്ടൻ്റെ ടെഡി ബിയർ ആണ് ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നത്. ഇവിടുത്തെ മാറാലയൊക്കെ തുടച്ച് ജനലൊക്കെ ക്ലീൻ ചെയ്താണ് ഞാൻ ഇവിടുത്തെ പരിപാടിയൊക്കെ തുടങ്ങിയത്. അത് കൂടാതെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും തന്നെ തുടച്ച് വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ മാറ്റി തൂത്ത് ക്ലീൻ ചെയ്തെടുത്തത്. ഞാനവിടെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ ഇരുന്നത് പോലെ എല്ലാ സാധനങ്ങളും തന്നെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ ഒരു ബെഡ്ഷീറ്റ് കൂടെ വിരിച്ച് സെറ്റ് ആക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ മോപ്പ് കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ റൂമിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ ഞാൻ പോയത് ഹാളിലേക്കായിരുന്നു. അപ്പോൾ ഹാളിൽ സോഫ സെറ്റ് നല്ല പൊടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ബ്രഷ് വെച്ചൊന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ സാധനങ്ങളും തന്നെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട്. ടേബിള്, ഫോട്ടോസ് എല്ലാം തന്നെ ഞാനൊന്ന് തുടക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ എവിടെയൊക്കെ ഒന്ന് അടിച്ച് തൂത്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ സോഫയൊക്കെ മാറ്റിയിട്ടാണ് ക്ലീൻ ചെയ്തെടുത്തത്. ഈ ഒരു മുറിയിൽ അധിക സാധനമൊന്നും ഇല്ലെങ്കിലും നല്ലൊരു സമയം തന്നെ എനിക്ക് ഇവിടെ ചെലവാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം നല്ല പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മുകളിലോട്ടുള്ള പണികളൊന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഞാൻ അവിടുത്തെ സ്റ്റെപ്പൊക്കെ ഒന്ന് അടിച്ച് തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. ശേഷം ഞാൻ അവിടെ നിന്ന് തുടച്ച് വൃത്തിയാക്കി കൂടെ കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇവിടുത്തെ രൂപനടയിലോട്ടാണ് ഞാൻ കയറിയത്. രൂപനടയിൽ നിന്ന് എല്ലാ സാധനങ്ങളും തന്നെ താഴെ ഇറക്കിയതിന് ശേഷമാണ് ഞാൻ അവിടെ ക്ലീൻ ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എല്ലാ സാധനങ്ങളും തന്നെ മാറ്റിയതിന് ശേഷം അവിടെ നിന്ന് തുടച്ച് വൃത്തിയാക്കി കൂടെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ എല്ലാ രൂപങ്ങളും തന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം തിരിച്ച് റീഅറേഞ്ച് ചെയ്തൊക്കെ ഒന്ന് വെക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ നടയിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വേണ്ടത് മാത്രം ഞാൻ എടുത്തു വെച്ചിട്ട് ബാക്കിയൊക്കെ എല്ലാം ഞാൻ മാറ്റുന്നുണ്ട്. എനിക്ക് ഒരുപാട് സാധനങ്ങളൊന്നും നടയിലിരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് മാറ്റി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് മോപ്പ് കൊണ്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി റെഡിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ. അപ്പോൾ നമ്മുടെ പണികൾ കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് കിച്ചണും ഡൈനിങ് റൂമും ഒക്കെ കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം ആകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.